ഹിസ്റ്റോറിക്കൽ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യണം ഒരു ബോർഡാണ്. അപ്പോൾ അതെന്താ മില്ലർ ക്ലേറ്റർ ഹൗസ് എന്ന് പറയണം. ക്വാർട്ടർ Q610 എന്ന് എഴുതിയേക്കണം. അപ്പോൾ ജോൺ മില്ലർ 1791 പണിതാന്നാണ് പറയുന്നത്. കുറേ ഡോക്ടേഴ്സിൻ്റെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു ഹിസ്റ്റോറിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്തേക്കണതാണ്. അപ്പോൾ എൻ്റെ ഹോർഡിങ്ങാണ്, ബോർഡാണ് കാണുന്നത്. അപ്പോൾ അത് റിവർ മൗണ്ട് റോഡിലാണ്, ഏവിലാണ്. അപ്പോൾ ആ മില്ലർ ക്ലേറ്റർ ഹൗസ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മില്ലർ ക്ലേറ്റർ ഹൗസ്, ആ ഹിസ്റ്റോറിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൻ്റെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മില്ലർ ക്ലേറ്റർ ഹൗസ് 1791. ഇതാണ് സംഭവം. ഇവിടെ എന്തോ വാണിംഗ് വെർജീനിയ സെൻറ്റിനൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇത് മില്ലർ ക്ലേറ്റർ ഹൗസിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ ആണ്. ഇത് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. പിന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ഈ വീടിൻ്റെ ഹൗസ് ഗാർഡനെ പറ്റിയാണ് പറയുന്നത്. 1940 പ്ലാൻ ചെയ്തത് ഗാർഡൻ. ഈ ഗാർഡൻ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഹൗസ് ഗാർഡൻ. ഇതിൻ്റെ അപ്പുറ സൈഡ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് ഗാർഡൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. പിന്നെ നമ്മുടെ ക്ലേറ്റർ ഹൗസ് ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, മില്ലർ ക്ലേറ്റർ ഹൗസ്. ഈ ഒരു ആർക്കിടെക്ചറിന് എന്തൊക്കെയോ പേരുണ്ട്, എനിക്കറിയില്ല എന്താണെന്ന്. അറിയാവുന്നവർ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇത് മില്ലർ ക്ലേറ്റർ ഹൗസിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു. അപ്പോൾ 1791 വീടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഈ പഴയ നമ്മുടെ നാട്ടിലെ പഴയ തറവാട് പോലെയൊക്കെ ഉണ്ട്. ഇതാണ് ഹിസ്റ്റോറിക്കൽ പ്രോപ്പർട്ടി മില്ലർ ക്ലേറ്റർ ഹൗസ് ഓഫ് ലിഞ്ച്. ഇത് മില്ലർ ക്ലേറ്റർ ഹൗസിൻ്റെ ഈ സൈഡിലുള്ള വ്യൂ ആണ്. ഇപ്പോൾ ഇവിടെ മറ്റേ നമ്മുടെ ക്രൈപ്പ് മെർട്ടിൽ ഈ സൈഡിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് മില്ലർ ക്ലേറ്റർ ഹൗസിൻ്റെ ഈ സൈഡിലുള്ള വ്യൂ.